وكانوا بالبلاء أشد منكم فرحا بالرخاء. നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന സമയത്ത്, നിങ്ങൾക്ക് ക്ഷേമമുണ്ടാകുന്ന സമയത്ത്, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്ന സമയത്ത് സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതലായി അവർ സന്തോഷിച്ചിരുന്നു പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ. ഞാൻ ചോദിക്കുന്നു, പ്രിയപ്പെട്ട സഹോദരി, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഗൾഫിൽ നിന്ന് സന്തോഷത്തോടെ വീട്ടിലെത്തി എന്ന് കേൾക്കുമ്പോൾ, നിന്റെ ഭർത്താവിനാ വരുന്നു എന്ന് കേൾക്കുമ്പോൾ, നാട്ടിലെത്തുന്നു എന്ന് കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ഉപ്പമാരെ, നിങ്ങളെ മക്കളതാ ഗൾഫിൽ നിന്ന് വീട്ടിലെത്തുന്നു എന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ആ സന്തോഷമുള്ളതുപോലെ നിങ്ങളെ പ്രിയപ്പെട്ട മകന്റെ മരിച്ചിട്ടാണ് വരുന്നത് എന്ന് കേട്ടാലോ, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച് ആക്സിഡന്റായി മരിച്ചു എന്ന് കേട്ടാലോ, ആ സമയത്തും അവർക്ക് സന്തോഷം തന്നെ. മരിച്ചു എന്ന് കേൾക്കുന്ന സമയത്ത് അവർക്ക് സന്തോഷമാണ്. എന്തുകൊണ്ട് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലും കൂടി ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഇനിയും നമുക്ക് സ്വർഗം തന്നെയല്ലേ, അനുഗ്രഹങ്ങൾ വർദ്ധിക്കുകയല്ലേ. അസ്ഹാബുൽ ബദറിന്റെ സ്വഭാവം ആ പറഞ്ഞത്. നിങ്ങളിൽപ്പെട്ട ഒരാൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്ന സമയത്തുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ കൂടുതൽ സന്തോഷമാണ് അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ. തീർന്നില്ല. ആരോടാണ് എസ്എംഎസിൽ പറയുന്നത്? ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരോടല്ല. സഹാബത്തിന്റെ തൊട്ടടുത്ത കാലമല്ലേ താബിഈങ്ങളെ കാലം. ആ കാലത്ത് ജീവിക്കുന്ന ആളുകളോടാണ് പറയുന്നത്. തീർന്നില്ല. ലൗ റഅയ്തുമൂഹും, നിങ്ങളെങ്ങാനും അവരെ കണ്ടാൽ, ബദരീങ്ങളെ നിങ്ങൾ കണ്ടാൽ, ലഖുൽതും, നിങ്ങൾ പറയും മജാനീൻ, ഇവരൊക്കെ ഭ്രാന്തന്മാരാണെന്ന് പറഞ്ഞു പോകും. അവരെ പ്രവർത്തികൾ കാണുമ്പോൾ, അവർ ചെയ്യുന്ന അഴിമാലികൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോകും അവർ ലോകത്തില്ലാത്ത വട്ടുള്ളവരാണെന്ന്. വലൗ റഅൗ ഖിയാറക്കും, ഹസൻ ബസരി തങ്ങൾ പറയുകയാണ്, ഈ അസ്ഹാബുൽ ബദരീങ്ങളായ ബദരീങ്ങളെങ്ങാനും നിങ്ങളിൽപ്പെട്ട നല്ലവരെ കണ്ടാൽ, നിങ്ങളെ കൂട്ടത്തിൽ നിസ്കരിച്ച് നോമ്പ് നോറ്റ് മുത്തഖീകളായിട്ട് നടക്കുന്ന ആളുകളെ കണ്ടാൽ, ആ ബദരീങ്ങൾ പറയും ഹക്കമൂ ഇവർക്കൊന്നും ആഖിറത്തിലൊന്നും കിട്ടാനില്ലാന്ന് അവർ പറയും. അതാ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട മുത്തഖീങ്ങളായ നിസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന നല്ലവരെ കണ്ടാൽ തന്നെ അസ്ഹാബുൽ ബദർ പറയുക, ഇവർക്കൊന്നും ആഖിറത്തിൽ ഒരു ചുക്കും കിട്ടാനില്ല, ഒരു വിഹിതവും അവർക്ക് ആഖിറത്തിലില്ല. ഇവർ ദുനിയാവിന്റെ പളപളപ്പില്, ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളില് സുഖലോലപതയോടുകൂടി ജീവിക്കുന്നവരാണ്. ഇവർക്ക് ആഖിറത്തിലൊന്നും കിട്ടാനില്ല എന്ന് അസ്ഹാബുൽ ബദർ പറയുന്നതാ. മാത്രമല്ല, വലൗ റഅൗ ശിറാറക്കും, മുസ്ലിമീങ്ങളെ, നിങ്ങളെ കണ്ണ് തുറക്കണ്ടേ, നിങ്ങളെ കാത് തുറക്കണ്ടേ, മനസ്സിലേക്ക് കയറണ്ടേ. അസ്ഹാബുൽ ബദറിന്റെ പേരും പറഞ്ഞിട്ട് നന്നായി ഇറച്ചിയും പത്തിരി ഉണ്ടാക്കി നമ്മൾ അനുസ്മരിച്ചില്ലേ? ഓർക്കുക, ഈ അസ്ഹാബുൽ ബദറെങ്ങാനും നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ചെറായ ആളുകളെ കണ്ടാൽ, നാശകാരികളെ കണ്ടാൽ, ഈ കാലത്തുള്ളവരെ പറ്റിയല്ല പറയുന്നത്. മഹാന്മാരായ സ്വഹാബത്തിന്റെ തൊട്ടടുത്ത കാലത്ത് ജീവിച്ച താബീനോടാണ് ഹസൻ ബസ്രി തങ്ങൾ പറയുന്നത്. ഈ അസ്ഹാബുൽ ബദർ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഷർറായ ആളുകളെ കണ്ടാൽ ഹക്കമോ, അവരെ ഉറപ്പിച്ചു പോയി അന്നഹും ലാ യുമിനൂന ബിയൗമിൽ ഹിസാബ്, ഇവർക്ക് ആഖിറം കൊണ്ട് വിശ്വാസമില്ല. അതേ, ഹിസാബ് കൊണ്ട് വിശ്വാസമില്ല. ഹിസാബ് കൊണ്ട് വിശ്വാസമുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഇത് ചെയ്യുമോ, പ്രവർത്തിക്കുമോ? നീയോ പറയുന്നു, ഞാനോ പറയുന്നു, നമുക്കൊക്കെ ആഖിറത്തിൽ വിശ്വാസമുണ്ടെന്ന്. അല്ലാഹു തആല പറയുന്ന ഖബർ കൊണ്ട്, നെസ്സറ കൊണ്ട് വിശ്വാസമുണ്ട്, സ്വർഗം കൊണ്ട് നരകം കൊണ്ട് വിശ്വാസമുണ്ട് എന്ന് പറയുന്നു. മോനെ, ചിന്തിക്കുക, എനിക്കും നിനക്കും വിശ്വാസമുണ്ടോ? ആഖിറം കൊണ്ട് ഉറപ്പുണ്ടോ?
മഹാന്മാരായ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാൾ പറയുന്നു, നമുക്ക് ആഖിറം കൊണ്ട് വിശ്വാസമില്ലാത്തതിന്റെ അടയാളമാണ്. ഒരൊറ്റ ഉദാഹരണം അയാൾ വരച്ചു കാണിക്കുകയാണ്. ഒരു സുന്ദരമായ റൂം, നല്ല കാണാൻ പ്രൗഢിയുള്ള അത്യന്തം ആധുനിക സൗകര്യങ്ങളോട് കൂടെയുള്ള റൂം. ആ റൂമിൽ 18 വയസ്സായിരിക്കുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടി. ആ റൂം എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. ആ റൂമിലേക്ക് 10-18 വയസ്സായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, ഏറ്റവും കൂടുതൽ ലൈംഗികമായ ആസക്തി മുളയ്ക്കുന്ന സമയം 13 മുതൽക്ക് 19 വയസ്സ് വരെ ഉള്ള ടൈമാണ്, ടീനേജാണ്. അതേ ഏറ്റവും കൂടുതൽ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട പ്രായം അപ്പോഴാണ്. 13 മുതൽക്ക് 19 വയസ്സിന്റെ ഇടയ്ക്കുള്ള സമയം. ഏറ്റവും ലൈംഗികമായ കാര്യങ്ങളോട് കുട്ടികൾക്ക് താല്പര്യമുള്ള പ്രായമാണ് ആ കൗമാരപ്രായം. ആ പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ കുറച്ച് ഉളുപ്പും മാനവും കുട്ടികൾക്കും ആർക്കാണെങ്കിലും ഉണ്ടാകുന്ന പ്രായമാണ്. ഇരിക്കട്ടെ, ഈ 10-18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ഈ റൂമിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അതാ 3-4 ആളുകൾ പറയുന്നു, മോനെ, ഇന്ന് രാത്രി മുതൽക്ക് നാളെ രാവിലെ വരെ നീ ഇഷ്ടം പോലെ ഈ റൂമിൽ കിടന്നു സുഖിക്കുക, ഇവളുമായിട്ട് നീ രമിക്കുക, നിന്റെ ഇഷ്ടം പോലെ നീ സുഖിച്ചോ, നിനക്ക് ആർക്കും തടസ്സമില്ല, ആരും നിന്നെ ചോദ്യം ചെയ്യില്ല, ഒന്നും അതിന്റെ പിറകിൽ വരാനില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അള്ളാഹുവിനെ പേടിക്കുക, റസൂലിനെ പേടിക്കുക എന്നതും തൽക്കാലം അങ്ങ് മാറ്റിവെച്ച് ഈ ഒരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ നിലയ്ക്ക് നീ സുഖിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ ആ റൂമിലേക്ക് അങ്ങ് കൊണ്ടുപോയി ആക്കുകയാണ്. ആക്കുന്ന സമയത്തതാ അതിന്റെ തൊട്ടടുത്ത് മറ്റൊരു റൂമുണ്ട്. ആ റൂമിൽ നിറയെ തീയാണ്. ആ തീ കൊണ്ടിങ്ങനെ കത്തിജ്വലിക്കുന്ന തീയുള്ള 2 തൂണുകളുണ്ട്. ആ തൂണുകളിലേക്കുള്ള കവാടം തുറന്ന സമയത്ത് ഇവൻ ചോദിച്ചു, എന്താ ഇത്? അപ്പോൾ ഇവനെ കൊണ്ടുപോയ 4 ആളുകൾ പറയുന്നു, മോനെ, ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പറയാൻ വിട്ടുപോയതാണ്. ഇന്ന് നീ ഈ രാത്രി 8 മണി സമയം മുതൽ നാളെ രാവിലെ 8 മണി വരെ ഇഷ്ടം പോലെ സുഖിച്ച് ഭുജിച്ച് നീ ഈ റൂമിൽ താമസിച്ചോ. പക്ഷേ ഒരു കാര്യമുണ്ട്, നാളെ 10 മണിക്ക് ശേഷം അതിന്റെ ശിക്ഷയായിട്ട് ഒരു 5 മിനിറ്റ് സമയം നിന്നെ ഈ തൂണിൽ നിന്നെയും ഇവളെയും ഒന്ന് ബന്ധിപ്പിക്കുന്നതാ. 5 മിനിറ്റ് സമയം ഈ തീയിന്റെ തീക്കട്ടയുള്ള ഈ തൂണിൽ നിന്നെ ഒന്ന് പിടിച്ചു കെട്ടുന്നതാ. മുസ്ലിമീങ്ങളെ, ബുദ്ധിയുള്ളവരെ, 6 വയസ്സായ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് രസം കണ്ടെത്തിയ സാക്ഷാൽ സെബാസ്റ്റ്യനാണെങ്കിലും അതല്ല, അബ്ദുൽ ഖൈറുന്നിസയെ പിടിച്ച് പീഡിപ്പിച്ച അബ്ദുൽ ഖാദിറാണെങ്കിലും അതല്ല, നമ്മുടെ 40 വയസ്സുള്ള മായിനാണെങ്കിലും ആരാണെങ്കിലും കൊടുക്കില്ലേ ചാവി? ഈ ചാവി വേണ്ട. 5 മിനിറ്റ് സമയം ഈ തൂണിൽ കെട്ടി നിന്നെ ശിക്ഷിക്കുമെന്ന് പറയുമ്പോൾ, എന്നാൽ തൽക്കാലം ഈ സുഖം വേണ്ട, ഈ അനുഗ്രഹം വേണ്ട എന്ന് പറഞ്ഞിച്ച ചാവി തിരിച്ചു കൊടുക്കില്ലേ? ഞാൻ ചോദിക്കുന്നു. കാരണം അവൻ ഉറപ്പാണ്, ഇത്രയും സൗകര്യപ്പെടുത്തിയിട്ട് ഇതെല്ലാം എനിക്ക് ഒരുക്കി തന്ന ആൾക്ക് 5 മിനിറ്റ് സമയം എന്നെ പിടിച്ചതിൽ കെട്ടാൻ അദ്ദേഹം തീരുമാനിച്ചാൽ അത് നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. 5 മിനിറ്റ് ആ നരക തീയിന്റെ ചൂട് തീയിന്റെ തൂണിൽ പിടിച്ചു കെട്ടുന്ന ശിക്ഷയാണെങ്കിൽ ഈ സുഖങ്ങൾ വേണ്ട. പരിശുദ്ധ ഖുർആൻ പറയുന്നു, മോനെ, നീ ഈ ദുനിയാവിന് കുറഞ്ഞ കാലം ഇങ്ങനെ സുഖിച്ചാൽ, ഹറാം ചെയ്ത് സുഖിച്ചാൽ നിനക്ക് 5 മിനിറ്റ് അല്ല, 10 കൊല്ലമല്ല, 100 കൊല്ലമല്ല, കോടി കൊല്ലമല്ല. മോനെ, ഖുർആൻ ഓദിക്കോ. ഫീ അമദിൻ മുമദ്ദദ
കാലമില്ലാത്ത അറ്റമില്ലാത്ത കാലം നിന്നെ നരകത്തിന്റെ തൂണിൽ പിടിച്ച് കെട്ടുന്നതാ. ഉറപ്പുണ്ടെങ്കില്, വിശ്വാസമുണ്ടെങ്കില്, ആഖിറം കൊണ്ട് വിശ്വാസമുണ്ടെങ്കില് ഹറാമ് ചെയ്യുമോ, വ്യഭിചരിക്കുമോ, നിസ്കാരം ഉപേക്ഷിക്കുമോ, പലിശ വാങ്ങുമോ, അതേ ഹാൻസുപ്പാൻഡരാകും ഉപയോഗിക്കുമോ, നിസ്കാരത്തിൽ ഉപേക്ഷ വരുത്തുമോ? ഇതുകൊണ്ടാണ് ഹസൻ ബസരി പറയുന്നത്, അസ്ഹാബുൽ ബദറെങ്ങാനും നിങ്ങളെ കണ്ടാൽ അവര് തീർത്തും വിധി പറയും, ഇവർക്ക് ആഖിറം കൊണ്ട് വിശ്വാസമില്ല, ഇവർ യൗമുൽ ഹിസാബ് കൊണ്ട് വിശ്വസിക്കുന്നവരല്ല എന്ന ഒരു തീർപ്പ് കൽപ്പിക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് ആ അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് ലഭിക്കുവാൻ മോനെ കഴിവിന്റെ പരമാവധിയൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ നീ ശ്രമം നടത്തണം. റമദാൻ ഇങ്ങനെ അവസാനമാകും തോറും അതേ നിസ്കാരത്തിന്റെ സെത്തുകളിൽ ആളുകൾ കുറയുകയാ, ഖുർആൻ ഓതുന്നത് കുറയുകയാ, തിന്മകളൊക്കെ അതാ വർദ്ധിച്ചു വരികയാ. മോനെ ചെയ്തു പോകല്ല. എല്ലാ മുസ്ലിമീങ്ങളോടും എല്ലാ മുസ്ലിം ചെറുപ്പക്കാരോടും ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹുവിന്റെ സ്വർഗമാണല്ലോ ചോദിക്കുന്നത്, സ്വർഗമല്ലേ നമുക്ക് കിട്ടേണ്ടത്, സ്വർഗത്തെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ നരകത്തിന്റെ ശിക്ഷയിൽ നിന്നല്ലേ രക്ഷപ്പെടേണ്ടത്. മൗലായ സ്വല്ലി വസല്ലം. അല്ലാഹുവിന്റെ നരകത്തെ നിനക്ക് പേടി തോന്നുന്നെങ്കിൽ, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ കൂടുതലായി ഓദിക്കോ. അള്ളാഹുവിന്റെ നരകശിക്ഷ പേടിച്ചുകൊണ്ട് ഖുർആൻ ഓതിയാൽ ഈ ഖുർആനോദിയ നനവ് കൊണ്ട്, ഈ ഖുർആനിന്റെ വെള്ളം കൊണ്ട് നരകത്തിന്റെ ചൂട് നിനക്ക് കെടുത്താൻ പറ്റും മോനെ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതാത്ത ദിവസങ്ങൾ ഉണ്ടാവരുത്. പരിശുദ്ധ ഖുർആൻ അല്പമെങ്കിലും ഓതാത്ത ദിവസം നിന്റെ കരിദിനമായി നീ കണക്ക് കൂട്ടണം. അതാ മോനെ നിന്റെ നെയ്ത്ത്, അതാണ് നെസ്റ്റുള്ള ദിവസം. അതേ നീ സർവ കലണ്ടറുകൾ എടുത്ത് പരിശോധിക്കാൻ നിൽക്കണ്ട. നെസ്റ്റ് ഉണ്ട് എന്നല്ലാന്നോ അല്ല പറഞ്ഞത്. അതേ സമയത്ത് പരിശുദ്ധ ഖുർആൻ അല്പമെങ്കിലും നിനക്ക് ദിവസം ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്ന് നിന്റെ കരിദിനമാണ് കേട്ടോ. ഉറപ്പിച്ചു വെച്ചോ. അല്ലാഹുവിന്റെ നരകത്തെ പേടിക്കുന്ന ആളുകൾക്ക് പടച്ചറപ്പിന്റെ ഖുർആൻ ഓതാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് കൂടുതലായിട്ട് ഖുർആൻ ഓതുക. നരകത്തിൽ രക്ഷപ്പെടാൻ പറ്റും, സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലുള്ള ആളുകൾക്ക് അനുഗ്രഹങ്ങൾ പറയുന്നു. മുഴുവന്റെ കുറഞ്ഞ ഭാഗമെങ്കിലും നമ്മൾ ഇന്ന് പറഞ്ഞു തീരണ്ടേ. അതിനുവേണ്ടി ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുകയാ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ തയ്യാറിയിട്ടുള്ളത് VIP-കൾക്കുള്ളതാണല്ലോ ഈ കട്ടിലകള്, ഫർണിച്ചറുകള്. സാധാരണ VIP ആളുകൾ, നഗരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ താല്പര്യമുണ്ടാവുക സുന്ദരമായ മാളികകളാ, നല്ല ഫർണിച്ചറുകളാ, നല്ല കാർപ്പറ്റ് വിരിച്ച റൂമുകളാ, നല്ല തരുണിമണികളാ. അതേ സമയത്ത് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് രസമുണ്ടാകുന്നത് ഇതിലൊന്നുമല്ല. അതുകൊണ്ടാണല്ലോ വന്നിട്ട് وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء
فجعلناهن أبكارا عربا أترابا لأصحاب اليمين قال الله عز وجل സ്വർഗത്തിലെ ആളുകൾക്ക് വീണ്ടും എന്ന് പറയുന്നു അവർ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന പക്ഷികളുടെ മാംസങ്ങളുണ്ട്. പക്ഷികളുടെ മാംസം എന്ന് പറഞ്ഞ ഒട്ടകത്തിന്റെയോ മറ്റ് ജാമൂസിന്റെയോ അല്ലെങ്കിൽ മറ്റു മാടുകളുടെ മാംസങ്ങൾ ലഭിക്കാത്തത് കൊണ്ടല്ല. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടം പോലെ കിട്ടിയിരുന്ന മാംസമാണ് ഒട്ടകത്തിന്റെയും ആടുകളുടെയും മാംസങ്ങൾ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖുൽ അക്ബറിനോട് വിവരിക്കുന്നു, സിദ്ദീഖേ, സ്വർഗത്തിലെ പക്ഷികൾ അറിയുമോ? അതേ, സ്വർഗത്തിന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ദുനിയാവിൽ നിന്ന് ഏറ്റവും നല്ല സൗകര്യമുള്ള ഹോട്ടൽ ഏതാണ്? നാം ചൂണ്ടിക്കാണിക്കുന്ന മത്സ്യത്തെ അതത് സമയത്ത് പിടിച്ച് നമുക്ക് പൊരിച്ചു തരുന്ന ഹോട്ടലല്ലേ, അല്ലെങ്കിൽ ചുറ്റി തരുന്ന ഹോട്ടലല്ലേ? എന്നാൽ സ്വർഗത്തിലുള്ള പറയുകയാ, ഒരാൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതാ മരത്തില്ലയിൽ വന്നിട്ടൊരു പക്ഷി ഇരിക്കുന്നു. ആ പക്ഷിയുടെ മാംസമോ അതേ വളരെ മൃദുലമായ മഴമുള്ള കോഴിമുട്ടയുടെ വെള്ളയുടെ മിനുസമുള്ള മാംസമാണ്. ആ മിനുസമുള്ള മാംസമുള്ള പക്ഷി വന്നിരിക്കുമ്പോൾ ആ പക്ഷിയുടെ മാംസം നിനക്ക് വേണമെന്ന് തോന്നിയാൽ ഉടനടി ആ മാംസം അതാ വരുന്നു, പക്ഷി ഇറങ്ങി വരുന്നു. ചുട്ടതാണോ ചുട്ട രൂപത്തിൽ, പൊരിച്ചതാണോ പൊരിച്ച രൂപത്തിൽ. ചില ആളുകൾക്ക് ചുട്ടതാണ്, ചില ആളുകൾക്ക് പൊരിച്ചതാണ്. ഏത് രൂപത്തിലാണോ ഇഷ്ടപ്പെടുന്നത്, ഇഷ്ടപ്പെട്ട രൂപത്തിലായിട്ട് അവന്റെ മുൻപിലെത്തിപ്പോയി. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖുൽ അക്ബറിന് വിവരിച്ചു കൊടുത്തപ്പോൾ ആ പക്ഷിയുടെ മാംസം തിന്നുന്ന സ്വർഗത്തിലെ VIP ആളുകളുടെ മാംസത്തിന് അതിനേക്കാൾ മൃദുലമാണ് സിദ്ദീഖേ, വ അൻത മിൻഹും ഇൻഷാ അല്ലാഹ്, നീ ആ കൂട്ടത്തിൽപ്പെട്ട ആള് തന്നെയാണ് സിദ്ദീഖേ. ഇഷ്ടം പോലെ അവരിച്ചിക്കുന്ന പക്ഷികളുടെ മാംസങ്ങളുണ്ട്. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ വീണ്ടും പറയുകയാണ്, അവര് തെരഞ്ഞെടുക്കുന്ന ഫ്രൂട്ട്സുകളുണ്ട്, തെരഞ്ഞെടുക്കുന്ന പഴങ്ങളുണ്ട്. ദുനിയാവിലെ പോലെയല്ല. ദുനിയാവിൽ ഒരു പക്ഷേ നാം കൂൾബാറിൽ ചെന്നിട്ട് ഫ്രൂട്ട്സ് കടയിൽ ചെന്നിട്ട് നമുക്ക് താല്പര്യം ഒരുപക്ഷെ ആപ്പിളാ, വില ചോദിക്കുന്ന സമയത്ത് നമുക്കത് വാങ്ങാൻ കഴിയുന്നില്ല, പൊള്ളുന്ന വിലയാ. അത് കറുത്ത മുന്തിരി വാങ്ങി തിരിച്ചു പോരുകയാ. അതുപോലെയല്ല സ്വർഗത്തിൽ ഇഷ്ടം പോലെ ഉദ്ദേശിക്കുന്ന പഴങ്ങളുണ്ട്, അവിടെ വിലയില്ല, തീർന്നില്ല. ദുനിയാവിൽ വെച്ച് നമുക്ക് താല്പര്യമുള്ളത് മാമ്പഴമാ, അത് സീസണല്ലാത്തത് കൊണ്ട് കിട്ടില്ല, അതും സ്വർഗത്തിലില്ല. സ്വർഗത്തിൽ ഉദ്ദേശിക്കുന്ന സെലക്ട് ചെയ്യുന്ന പഴങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് തന്നെ മഖ്സൂഅത്തിന് ഒരിക്കലും ഉപഭോക്താവിന് തീർന്നു പോകുന്നതല്ല, വലാ മംനുഅ തടയപ്പെടുന്നതല്ല. അതേ, റമദാൻ വരുന്നുണ്ട്, സീസൺ വരാൻ പോവുകയാ. അതുകൊണ്ട് ഒരുപക്ഷെ ഇവിടുത്തെ ഫ്രൂട്ട്സ് കടക്കാരൻ ചിലതൊക്കെ പൂഴ്ത്തി വെക്കാൻ സാധ്യതയുണ്ട്, കൂടുതൽ ലാഭകരമായ വിലയ്ക്ക് വിൽക്കാൻ വേണ്ടി പൂഴ്ത്തി വെക്കാൻ സാധ്യതയുണ്ട്. സ്വർഗത്തിൽ അങ്ങനെയില്ല. ഒരു കാരണവശാലും ഉപഭോക്താവിന് തടയപ്പെടുന്നില്ല, നിലച്ചു പോകുന്നില്ല. അങ്ങനത്തെ പഴങ്ങളാണ് സ്വർഗത്തിലുള്ളത്. മുസ്ലിമീങ്ങളെ, അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്രാമത്തിലൊക്കെ താമസിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് പറയുന്നു, ഈ സിദ്രിൻ മഖ്ലൂദ് വ തൽഹിം മൻലൂദ് വ മാഇൻ മസ്കൂബ് വ ഫാകിയത്തിൻ കസീറത്തിൻ ലാ മഖ്തൂഅത്തിൻ വലാ മംനുഅ വ ഫുർശിൻ മർഫൂഅ.
അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ പറയുകയാ. അതേ, നല്ല വാഴത്തോട്ടങ്ങളുണ്ട്, വാഴയുടെ ഇലകളുണ്ട്, എലന്ത മരത്തിന്റെ ഇലകളുണ്ട്. അഥവാ ഏറ്റവും ചെറിയ ഇലകളുണ്ട്, ഏറ്റവും വലിയ ഇലയുണ്ട്. ഏറ്റവും ചെറിയ ഇലയാണല്ലോ എലന്ത മരത്തിന്റെ ഇല, ഏറ്റവും വലിയ ഇലയാണ് വാഴന്റെ ഇല. ഇങ്ങനെ ഇഷ്ടം പോലെ പച്ചപ്പ് കണ്ട് ആസ്വദിക്കാനുള്ള സൗകര്യങ്ങൾ സ്വർഗത്തിലുണ്ട്. നീണ്ടു കിടക്കുന്ന നിഴലുകളുണ്ട്. ആ പച്ചപ്പ് കാണാനല്ലേ നമ്മൾ പലപ്പോഴും പാർക്കിൽ പോകുന്നത്. അതേ, തണലുകളിൽ അവരും അവരെ ഭാര്യമാരും നല്ല തണലുകളിൽ ചെന്ന് ചാരിയിരുന്നു കൊണ്ട് ഉല്ലസിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ദുനിയാവിൽ പലപ്പോഴും നാം ഇതാ ബീച്ചിൽ പോകാറുണ്ട്, പാർക്കിൽ പോകാറുണ്ട്. പാർക്കിൽ ചെന്നിരുന്നു കൊണ്ട് പലപ്പോഴും ഔദ്യോഗിക ഇണകളേക്കാൾ അനൗദ്യോഗിക ഇണകളുമായിട്ടാണ് മുസ്ലിം ചെറുപ്പക്കാര് പാർക്കിൽ പോകാറുള്ളത്. സഹോദരിമാരെ, ഇടയ്ക്കൊന്ന് പറയുന്നു, സ്വർഗീയ ലോകത്ത് പാർക്കിൽ ചെന്ന് സുഖിക്കണമെങ്കിൽ ദുനിയാവിലെ പാർക്കിൽ നമുക്ക് പോയിക്കൂടാ. ദുനിയാവിലെ പാർക്കിൽ പലപ്പോഴും ഹറാമാണ് നടക്കുന്നത്, നിവാസങ്ങളാണ് നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങൾ അല്പം പോലും പറയാൻ ടൈമില്ല, ഞാൻ ചുരുക്കുന്നു. ഉയർന്ന മെത്തകളുണ്ട് സ്വർഗത്തിലെ മെത്തകളെ കുറിച്ച്, ബെഡുകളെ കുറിച്ച് ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞുള്ള മുത്തഖീന അലാ ഫുർശിൻ ബത്വാഇനുഹാ മിൻ ഇസ്തബറഖിൻ വജനൽ ജന്നത്തൈനിദാൻ. സ്വർഗത്തിലുള്ള മെത്തയുടെ ഉള്ളിൽ തന്നെ മിനുസമുള്ള പട്ടാണ്. ദുനിയാവിൽ മുകൾ ഭാഗത്ത് നോക്കിയാൽ പുറത്തേക്ക് നല്ല ബെഡാണ്, നല്ല ഉന്നത്തിന്റെ കിടക്കയാണ്. അതേ സമയത്ത് ആ കിടക്കന്റെ ഉള്ളൊന്ന് പരിശോധിച്ചാല് ഒരുപക്ഷെ ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ ഉപേക്ഷിക്കുന്ന വേസ്റ്റ് സാധനങ്ങൾ ആവാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, സ്വർഗത്തിൽ സ്വർഗീയ ആളുകൾ കിടക്കുന്ന മെത്തകള്, ആ മെത്തകളുടെ ഉള്ളിൽ മിനുസമുള്ള പട്ടാണ് കേട്ടോ. അതിന്റെ പുറം ഭാഗം പിന്നെ പറയണമോ, വർണ്ണിക്കണമോ? എന്തൊരനുഗ്രഹമാണ്. പിന്നീട് സഹോദരാ, ഇന്നാ അൻശഇനാഹുന്ന ഇൻശാഅ. ഈ ഹൂറുല്ലീങ്ങളായ പെണ്ണുങ്ങൾക്ക് പുറമേ, ഹൂറുല്ലീങ്ങളായ തരുണിമകളായ സ്ത്രീകൾക്ക് പുറമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്ന പെണ്ണുങ്ങള്, അതേ കഅന്നഹുന്ന ബൈദും മക്നൂൻ, സൂക്ഷിക്കപ്പെട്ട മുട്ടകൾ പോലുള്ള, തീർന്നില്ല, ചിപ്പിക്കകത്ത് സൂക്ഷിക്കപ്പെട്ട മുത്ത് പോലുള്ള പെണ്ണുങ്ങളെന്നാണ് അല്ലാഹു തആല സ്വർഗീയ തരുണിമണികളെ വിശേഷിപ്പിച്ചത്. അതേ സമയത്ത് ആ സ്വർഗത്തിലെ പെണ്ണുങ്ങളെക്കാൾ അനുഗ്രഹമായിട്ട് ദുനിയാവിലെ പെണ്ണുങ്ങളെ പറ്റി പടച്ച റബ്ബ് പറയുന്നു, ഇന്നാ അൻശഇനാഹുന്ന ഇൻശാഅ. ദുനിയാവിൽ കഷ്ടപ്പെട്ട് നോമ്പെടുത്ത് നിസ്കരിച്ച് തറാവീഹ് നിസ്കരിച്ച് ഇബാദത്തുകൾ ചെയ്തിട്ട് സർവ്വ ഹറാമുകളും കൈയൊഴിച്ച് ജീവിച്ച് സർവ്വ തോന്നിവാസങ്ങളും വിട്ടൊഴിച്ച് ജീവിച്ച് കുറഞ്ഞ കാലം ഒന്ന് പടച്ച റബ്ബിന് വേണ്ടി തത്വ ചെയ്ത് ജീവിച്ച് അങ്ങനത്തെ ആളുകളെ ഭാര്യമാരെ നാം വീണ്ടും അവർക്ക് പടച്ചിരിക്കുന്നു. അവർക്കുള്ള ഭാര്യമാരെ നമ്മളാ രണ്ടാമത് പടച്ചത്. രണ്ടാമത് ദുനിയാവിലുള്ള ഭാര്യമാരെ നമ്മൾ പടച്ചതാ. പടച്ചത് ഖുർആൻ പറഞ്ഞു, ഭർത്താക്കന്മാരോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ള ഭാര്യമാർ, അസ്റാബ, ഒരേ പ്രായത്തിലുള്ള ഭാര്യമാർ. ഈ ആയത്ത് ഓതുന്ന സമയത്ത് പറയാതിരിക്കാൻ പറ്റുമോ? മഹദി ബീവി ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളെ കുറിച്ച് സുദീർഘമായിട്ട് അവിടുന്ന് ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയെ ബീവി ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, നബിയേ അഖ്ബിർനി അൻ ഖൗലി തആല, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആയത്തുകൾ തങ്ങൾ എനിക്കൊന്ന് വിവരിച്ചു തരുമോ? വഹൂറുൽ ഈൻ കംസാരിൽ മക്നൂൻ,
സൂക്ഷിക്കപ്പെട്ട മുത്തുകൾ പോലുള്ള പെണ്ണുങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ പെണ്ണുങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അതേ വെളുവെളുത്ത പെണ്ണുങ്ങളാണ്. ഈനി എന്ന് പറഞ്ഞാൽ കൺതടം വിശാലമായ വെളുവെളുത്ത പെണ്ണുങ്ങളാണ്. ഹൂർ എന്ന് പറഞ്ഞാൽ ശരീരം ശരിക്കും വെളുത്തിട്ടുള്ള അതേ തിളങ്ങുന്ന പെണ്ണുങ്ങളാണ്. കൺതടം വിശാലമായ പെണ്ണുങ്ങളാണ്. വീണ്ടും ഉമ്മു സലമ ബീവി ചോദിക്കുന്നു, അഖ്ബിർനിയം ഖൗലി തആല കഅംസാരിൽ ലുഅ്ലുഇൽ മക്നൂൻ, സൂക്ഷിക്കപ്പെട്ട മുത്തുകൾ പോലത്തെ പെണ്ണ് എന്ന് പറഞ്ഞാൽ തങ്ങളൊന്ന് പറഞ്ഞു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളച്ചുകെട്ടില്ലാതെ റസൂലുള്ളാഹിന്റെ വാക്കുകൊണ്ട് നാക്കുകൊണ്ട് വിശദീകരിച്ചതാ. സഫാഉഹുന്ന സഫാഉദ്ദുല്ലദീ ഫില്ലസ്ദാഫില്ലദീ ലം തമുസ്സുൽ ഐദി, മനുഷ്യന്റെ കരങ്ങൾ തൊട്ടിട്ട് അശുദ്ധമാവാത്ത മുത്തുകളില്ലേ, ചിപ്പിക്കകത്ത മുത്തുകളില്ലേ, ആ ചിപ്പിക്കകത്തുള്ള മുത്തുകളെ പോലെ തെളിഞ്ഞ പെണ്ണുങ്ങളാണ്. അതുപോലെ ഇരിക്കും ആ പെണ്ണുങ്ങളെ തിളക്കം. അതേ ചിപ്പിക്കകത്തുള്ള മുത്ത് ഒരാളും തൊട്ടിട്ടുണ്ടാവില്ല, അത് അശുദ്ധമായിട്ടുണ്ടാവില്ല. അങ്ങനെ മറ്റ് മനുഷ്യന്റെ കരങ്ങളെ കൊണ്ട് തൊട്ട ശുദ്ധമാവാത്ത മുത്തുകളുടെ തിളക്കമുള്ള പെണ്ണുങ്ങളാണ് ഉമ്മു സലമ. വീണ്ടും ചോദിക്കുന്നു, ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങൾ ഖൈറാത്തുൻ ഹിസാൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ഈ ഖൈറാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖൈറാത്തുൽ അഖ്ലാഖ്, നല്ല സ്വഭാവമുള്ള പെണ്ണുങ്ങളാണ്, സൽസ്വഭാവികളായ പെണ്ണുങ്ങളാണ്. ഹിസാനുൽ വുജൂഹ്, മുഖങ്ങൾ ഭംഗിയുള്ള സൽസ്വഭാവികളാണ്. വീണ്ടും വീണ്ടും കഅന്നഹുന്ന ബൈളും മക്നൂൻ, അല്ലാഹുവിന്റെ റസൂലിനോട് ബൈളും മക്നൂൻ എന്ന് സഫാത്ത് സൂറത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മറച്ച മുട്ട പോലുള്ള എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. ഉമ്മു സലമ, സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളെ റിക്കത്തുന്ന അവരുടെ ലോലം കരിക്കത്തിൽ ഒരു പുഴുങ്ങിയ കോഴിമുട്ട, ആ പുഴുങ്ങിയ കോഴിമുട്ടയുടെ മേൽഭാഗത്തുള്ള തൊലിനിയെ മുരിച്ചാൽ ആ തൊലിയുടെ താഴ്ഭാഗത്ത് വെള്ള കണ്ടിട്ടില്ലേ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു, കോഴിമുട്ട, പുഴുങ്ങിയ കോഴിമുട്ടയുടെ ആ വെള്ളയുടെ മൃദുലമാണ് സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളെ ശരീരത്തിനുള്ളത്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, ഭർത്താക്കന്മാരെ സ്നേഹിക്കുകയും പ്രായത്തിലൊത്ത പെണ്ണുങ്ങളും എന്ന് പറഞ്ഞല്ലോ പരിശുദ്ധ ഖുർആനിൽ. അതാരാണ് നബിയേ? ദുനിയാവിലെ സ്ത്രീകളൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരു പക്ഷേ സീഡിയായിട്ട് ഇറങ്ങുന്നത് കൊണ്ട് ധാരാളം സ്ത്രീകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഉർബൻ അത്റാബ എന്ന് പറഞ്ഞാൽ അല്ലവാത്തി കുബിന ഫിദ്ദുനിയ അജായിദർ ഉൻസൻ ശുംസൻ ഖലഖഹുന്നല്ലാഹു ബഅദൽ കിബരി ഫജഅലഹുന്ന അദാറാ ഉർബൻ മുതഅസ്സിഫാത്തിൻ മുതഹദ്ദിദാത്തിൻ അത്റാബൻ അലാ മീലാദിൻ മായിദ. അല്ലാഹു പറഞ്ഞ രണ്ടാമത് പടക്കുന്നു പറഞ്ഞ പെണ്ണാരാണ്? ദുനിയാവിൽ വളരെ കിളവികളായിട്ട് മുടിയൊക്കെ നിരച്ചിട്ട് കണ്ണിലൊക്കെ എപ്പോഴും പീളയുണ്ടാകുന്ന പാവങ്ങളായ പെണ്ണുങ്ങളില്ലേ? ദുനിയാവിൽ കിളവികളായി കണ്ണിലെപ്പോഴും പീള നിറഞ്ഞ് മുടിയൊക്കെ നിരച്ചു പോയിട്ടുള്ള പെണ്ണുങ്ങളാണ്. ആ പെണ്ണുങ്ങളെ അല്ലാഹു രണ്ടാമത് സൃഷ്ടിക്കുന്നു. ബഅദൽ കിബരി, അതാ പ്രായാദിക്ക് രണ്ടാമത് അല്ലാഹു തആല സൃഷ്ടിക്കുന്നത് അതാറാ. ആ പെണ്ണുങ്ങളൊക്കെ കന്യക പെണ്ണുങ്ങളായിട്ടാ പടച്ച റബ്ബ് സൃഷ്ടിക്കുന്നത്. അതേ ഭർത്താക്കന്മാരെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, കണ്ണും ചിപ്പിക്കുന്ന അസ്റാബൻ അലാവിലായി ഒരേ പ്രായത്തിലുള്ള 33 വയസ്സ് പ്രായത്തിലാണ്. അതല്ല മുത്ത് റസൂല് പറഞ്ഞത്, ഒരു കിളവിയും സ്വർഗത്തിലില്ല. കിളവികൾ സ്വർഗത്തിൽ കടക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് ഒരു വയോവൃദ്ധയായ പെണ്ണ് മുത്തുനബിന്റെ അടുത്ത് കരഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂല് തമാശ പറഞ്ഞതാണ്. പറഞ്ഞു, സഹോദരി, പടച്ച റബ്ബിന്റെ സ്വർഗത്തിലെത്തുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും എന്നും 33 വയസ്സാണ്. അത് ഒരിക്കലും കൂടുന്നില്ല. അവരെ ഭർത്താക്കന്മാർക്കും 33 വയസ്സാണ്. ഭർത്താക്കന്മാർക്കും 33 ആണ്. സ്ത്രീകൾ
സ്ത്രീകൾക്കും 33 എന്നും 33 മാത്രമല്ല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് കുല്ലമാ തലൈഹിന്ന അസ്വാജുഹുന്ന അവർ ലൈംഗികമായി ബന്ധം പുലർത്താൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി അവരെ ഭർത്താക്കന്മാർ അവരരികിൽ ചെല്ലുമ്പോഴല്ലോ വജദൂഹുന്ന അബ്കാറ അപ്പോഴൊക്കെയും അവർ കന്യകകളാണ്, കന്യക പെണ്ണുങ്ങളാണ്. ഈ ഹദീസ് കേട്ട സമയത്ത് മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു വാ വജാ നബിയേ ഈ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ അരികിലേക്ക് ഭർത്താക്കന്മാര് അഥവാ ഈ ദുനിയാവിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നൽകുന്ന ഭാര്യമാര് ദുനിയാവിലെ പെണ്ണുങ്ങളാണ്. അത് കിളവികളായിട്ട് മരിച്ചുപോയ പെണ്ണുങ്ങളെ അല്ലാഹു രണ്ടാമത് സൃഷ്ടിക്കുന്നതാണ്. ആ സ്ത്രീകളുടെ അടുത്തേക്ക് ഭർത്താക്കന്മാര് എപ്പോഴും ചെല്ലുമ്പോഴൊക്കെ കന്യകകളാണ് എന്ന് പറഞ്ഞ സമയത്ത് ആയിഷ ബീവി ചോദിക്കുകയാണ് അതെ അന്ന് വല്ലാത്തൊരു യാതന തന്നെ. കാരണം ആ ഒരു പെണ്ണ് കല്യാണം കഴിച്ചാൽ ആദ്യത്തെ രാത്രിയിൽ ആദ്യമൊന്നും ഒരു ഭർത്താവിന്റെ സുഖം അനുഭവിക്കാൻ ഒരു പെണ്ണിന് കഴിയില്ല. പെണ്ണിന് വല്ലാത്ത യാതനയായിരിക്കും, വേദനയായിരിക്കും. ഇത് ഓർത്തുകൊണ്ടാണ് മഹദി ബീവി ആയിഷ ബീവി പറയുന്നത് എന്നും കന്യകയാണെങ്കിൽ എന്നും യാതനയല്ലേ. ആയിഷ എന്താണ് ഈ സ്വർഗത്തെ കുറിച്ച് മനസ്സിലാക്കിയത്? അവിടെ വേദനയില്ല ആയിഷ. ഒരു പെണ്ണിന് ആദ്യമായിട്ടൊരു പുരുഷന്റെ സ്പർശമേൽക്കുമ്പോൾ, ആദ്യമായിട്ടൊരു പുരുഷൻ ഒരു പെൺകുട്ടിയെ സ്പർശിക്കുമ്പോൾ എന്തൊരനുഭവമാണ് പുരുഷനുണ്ടാകുന്നത്, എന്തൊരനുഭവമാണ് സ്ത്രീക്കുണ്ടാകുന്നത്, അതേ അനുഭവം എന്നും നിലനിൽക്കുമെന്നാണ് അതിന്റെ അർത്ഥമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ള ഭാര്യമാർക്കുള്ള അഴകും സൗന്ദര്യവും ഒക്കെ മുത്തുനബി ഈ ആയത്തോതി വിവരിച്ചു കൊടുത്ത സമയത്ത് മഹദി ബീവി ഉമ്മു സലമ മുത്തുനബിയോട് ചോദിക്കുന്നു യാ റസൂലല്ലാഹ് സ്വർഗത്തിലെ തരുണിമണികളായ ഹൂറുന്നീങ്ങളെ കുറിച്ച് തങ്ങൾ പറഞ്ഞുവല്ലോ, ഖുർആനോയത്തോതി വിവരിച്ചുവല്ലോ. അതേ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുന്ന ഭാര്യമാരെ കുറിച്ചും തങ്ങൾ പറഞ്ഞുവല്ലോ. ഞാൻ ചോദിക്കുന്നു നിസാഉദ്ദുനിയാ അം അഫ്ളലു അം ഹൂറുന്നീൻ സ്വർഗീയ തരുണികളാണോ നബി ഏറ്റവും ശ്രേഷ്ഠമായ പെണ്ണുങ്ങള്, അതോ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുന്ന ദുനിയാവിലെ ഭാര്യമാരാണോ ആ സ്വർഗത്തിൽ വെച്ച് ഏറ്റവും നല്ലത് അഫ്ളലായ പെണ്ണുങ്ങളെന്ന് ഉമ്മു സലമ ബീവി ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ഉമ്മു സലമ ബൽ നിസാഉദ്ദുനിയാ അഫ്ളലു മിനൽ ഹൂറിൻ. സ്വർഗത്തിൽ അല്ലാഹു തആല സ്വർഗത്തിൽ അനുഭവിക്കുവാൻ വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി സൗന്ദര്യത്തിന് വേണ്ടി പടച്ചു വെച്ചിരിക്കുന്ന ഹൂറുന്നീങ്ങളെക്കാൾ എത്രയോ ശ്രേഷ്ഠതമായിട്ടുള്ളത് ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുന്ന മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളാണ്. ഉമ്മു സലമ അടിവസ്ത്രവും അതേ മുകൾ വസ്ത്രവും തമ്മിലുള്ള വ്യത്യാസമാണ്. മുകളിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രം എന്തുമാത്രം ഭംഗിയുണ്ടാകും, അടിയിലെ വസ്ത്രം ഒന്ന് കീറിയാലോ ഓട്ട വീണാലോ അഴിക്കു വരണ്ടാലോ നമ്മൾ പ്രശ്നമാക്കാറില്ല. അടിവസ്ത്രത്തെക്കാൾ മുകളിലെ വസ്ത്രത്തിന് എന്തുമാത്രം ഭംഗിയുണ്ടാകും. അതേ രൂപത്തിലാണ് ഈ ദുനിയാവിലുള്ള പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിലെ പെണ്ണുങ്ങളെക്കാൾ എത്രയോ ശ്രേഷ്ഠതയുണ്ട്. ഉമ്മു സലമ ദുനിയാവിലെ പെണ്ണുങ്ങളാണ് സാറ. പക്ഷേ ചില ആൾക്കാർ വിചാരിക്കും റഹ്മാനായ റബ്ബേ ഈ പെണ്ണ് സ്വർഗത്തിലുണ്ടാകും എന്നാൽ എന്റെ കഷ്ടകാലം എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ദുനിയാവിലെ ചില പെണ്ണുങ്ങളെ ഇങ്ങനെ പൊറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാര് പക്ഷേ ചിന്തിച്ചു പോകും എടങ്ങേറ് പാത്രക്കുട്ടി അവിടെ ഉണ്ടാകുമോ എന്നോർത്തു പോകും. സഹോദരിമാരെ ചിന്തിക്കണം. സമയം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഈ വിഷയം ബാക്കി നാളെ നരകത്തെ കുറിച്ച് പറയണമെന്ന് വിചാരിച്ച, പക്ഷെ ഇത് പറഞ്ഞവിടെ എത്തിയിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വളരെ സുദീർഘമായിട്ട് ഈ കാര്യം ചോദിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഈ ഒറ്റ ആൻസർ പറയുന്നു, സ്വർഗത്തിലെ പെണ്ണുങ്ങളും ദുനിയാവിലെ പെണ്ണുങ്ങളുമായിട്ട് ഏറ്റവും അഫ്ളൽ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുന്ന മുഅ്മിനാത്തുകളായ ഭാര്യമാരാണ്. ഇവിടെ നിന്ന് മരിച്ചു പോകുന്ന ഭാര്യമാരാണ് സ്വർഗീയ പെണ്ണുങ്ങളെക്കാൾ എത്രയോ സൗന്ദര്യം.
നമുക്കറിയാലോ, നമ്മൾ സാധാരണ 40 ദിവസം കൊണ്ട് വളർത്തുന്ന ലഗോൺ കോഴികളും നാടൻ കോഴിയായിട്ട് ഏതാ ഉഷാറ്? അത് അല്ലാഹു തആല സ്വർഗത്തിന്റെ സൗന്ദര്യത്തിന് വേണ്ടി എന്ന പ്രത്യേകമായിട്ട് അങ്ങ് പടച്ചു വെച്ച സാധനങ്ങളാണ്. അതുകൊണ്ട് അതിനത്ര ക്വാളിറ്റി ഉണ്ടാവുകയില്ല. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമ്മു സലമ ബീവി ചോദിച്ചു, ബിമ, അതെന്താ നബിയെ ഈ സ്വർഗത്തിലെ പെണ്ണുങ്ങളെക്കാൾ ദുനിയാവിലെ പെണ്ണുങ്ങൾക്ക് സൗന്ദര്യവും അലങ്കാരവും കൂടാനുള്ള കാരണം എന്താണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വലാത്തിഹിന്ന വസിയാമിഹിന്ന വഇബാദത്തിഹിന്ന. ഈ ദുനിയാവിലെ പെണ്ണുങ്ങൾ നിസ്കരിച്ചവരാ, ദുനിയാവിലെ പെണ്ണുങ്ങൾ നോമ്പെടുത്തവരാ, ദുനിയാവിലെ പെണ്ണുങ്ങൾ ഇബാദത്തെടുത്തവരാ. സ്വർഗത്തിലെ പെണ്ണുങ്ങൾ ഒരിക്കൽ പോലും പടച്ചറബിന് നിസ്കരിച്ചവരല്ല, അവരെ നോമ്പെടുത്തവരല്ല, പട്ടിണി കിടന്നവരല്ല, പടച്ചറബിന് സുജൂദ് ചെയ്തവരല്ല. ഈ ദുനിയാവിൽ വെച്ച് നിസ്കരിച്ചത് കൊണ്ട്, നോമ്പെടുത്തത് കൊണ്ട്, ഇബാദത്തെടുത്തത് കൊണ്ട് ഈ പെണ്ണുങ്ങൾക്ക് അല്ലാഹു ആഖിറത്തിൽ വല്ലാത്ത പ്രകാശം കൊടുത്തിരിക്കുന്നു. അവരെ ശരീരങ്ങളിൽ അല്ലാഹു തആല പട്ടിന്റെ ഉടയാളകൾ അണിയിച്ചിരിക്കുകയാ. വർണ്ണങ്ങൾ വെളുത്തിട്ടാ, വസ്ത്രങ്ങൾ പച്ച നിറമുള്ളതാ, ആഭരണങ്ങൾ മഞ്ഞയുള്ളതാ. അതെ, ആ സ്വർഗത്തിൽ അവർക്ക് പുകയിക്കുവാനുള്ള പുതക്കുകൾ, ഒരുപാട് പുകയിക്കാനുള്ള സുഗന്ധങ്ങൾ, പുകയിപ്പിക്കുവാനുള്ള പാത്രങ്ങൾ മുത്തിന്റെ പാത്രങ്ങളാ. അവരതാ മുടികീകി വെക്കുന്ന ചേർത്തുകൾ സ്വർണത്തിന്റെ ചേർത്തുകളാ. മാത്രമല്ല, സ്വർഗത്തിലെ തമ്പുരാട്ടികൾ വന്നുകൊണ്ട് അതാ സ്വർഗീയ ആളുകളെ സ്വീകരിക്കാൻ വരുന്നത്. സ്വർഗത്തിലെ തമ്പുരാട്ടികൾ അവർ സ്വീകരിക്കാൻ വേണ്ടി, മുഅ്മിനീങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി വരുമ്പോൾ ഈ ദുനിയാവിന് നിസ്കരിച്ച് നോമ്പെടുത്ത് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ച് മരിച്ചുപോയ മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങൾക്ക് രാജാത്തിയായിട്ട് ബീവി ഖദീജ ഫാത്തിമ ഫാത്തിമ റളിയല്ലാഹു അൻഹാ അടക്കമുള്ള മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങൾ വന്നുകൊണ്ട് പറയുന്നു, സ്വർഗത്തിലെ ഹൂറിൽ നിങ്ങൾ വന്ന് പാട്ടുപാടിയിട്ട് മുഅ്മിനാത്തുകളായ സഹോദരിമാരെ സ്വീകരിക്കാൻ വരുമ്പോഴും, മുഅ്മിനീങ്ങളെ സ്വീകരിക്കാൻ വരുമ്പോഴും മഹദിയായ ബീവി ഫാത്തിമ അടക്കമുള്ള മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങൾ പറയും, ഓയ് അല്ലാഹു നിങ്ങൾക്ക് അല്പം സൗന്ദര്യം തന്നതിന്റെ പേരില്, നിങ്ങളെ ത്വലിക്കൽപ്പം അല്ലാഹു വെളുപ്പ് തന്നു എന്നതിന്റെ പേരില്, നിങ്ങൾക്ക് അല്ലാഹു അല്പം കണ്ണിന് തിളക്കം തന്നു എന്നതിന്റെ പേരില് നിങ്ങളെ പവർ പറയാതെ പോയി പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞ് ആട്ടിയോടിച്ചിട്ട് ഞങ്ങൾ നിസ്കരിച്ചവരാ, നിങ്ങൾ നിസ്കരിച്ചവരല്ല, നിങ്ങൾ പരിശുദ്ധ റമദാനിൽ പട്ടിണി കിടന്ന് നോമ്പെടുത്തവരാ, നിങ്ങൾ നോമ്പെടുത്തവരല്ല, നിങ്ങൾക്ക് അല്ലാഹു അല്പം സൗന്ദര്യം തന്നു എന്ന് കവിഞ്ഞിട്ട് പടച്ചറപ്പിന് ഒരിക്കൽ പോലും സുജൂദ് ചെയ്ത പാരമ്പര്യം നിങ്ങൾക്കില്ല, പടച്ചറപ്പിന് വേണ്ടി പട്ടിണി കിടന്ന പാരമ്പര്യം നിങ്ങൾക്കില്ല. പടച്ചറബിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് പ്രേരിപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കിയവരാ, പൊരുത്തം കരസ്ഥമാക്കിയവരാ, പടച്ചറബിന് വിടുവാൻ കിട്ടിയവരാ. ഞങ്ങൾക്കൊരിക്കലും ഇനി വെറുപ്പുണ്ടാകാൻ പോകുന്നില്ല. ആർക്ക് വേണ്ടിയിട്ടാണോ ഞങ്ങളുള്ളത്, ആർക്ക് വേണ്ടിയിട്ടാണോ ഞങ്ങളെ അല്ലാഹു തആല ഈ രൂപത്തിൽ രണ്ടാമത് സൃഷ്ടിച്ചത്, അവർക്കാണ് സർവ്വ സന്തോഷവും, അവർക്കാണ് സർവ്വ അഭിവാദ്യങ്ങളും. ഞങ്ങൾ ആർക്ക് ലഭിക്കുന്നുവോ അവനാണ് സർവ്വ സന്തോഷവും എന്ന് പറഞ്ഞ് സ്വർഗത്തിലെ പെണ്ണുങ്ങളോട് സ്വർഗീയങ്ങളോട് അതായത് ദുനിയാവിൽ നിന്ന് മരിച്ചുപോയ മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങൾ വാചകമടിച്ചുകൊണ്ട് അവരാട്ടിയോടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് വരുന്ന മുഅ്മിനീങ്ങളായ പുരുഷൻ ജനിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് മഹദിയായ ബീവി
സലമാക്ക് വീണ്ടും അവിടെ സംശയമുണ്ട്. യാ റസൂലല്ലാഹ്, ദുനിയാവിൽ 1, 2, 3, 4 ഭർത്താക്കന്മാർക്കൊക്കെ ഭാര്യയായിട്ടുള്ള പെണ്ണുങ്ങൾ ഉണ്ടാകുമല്ലോ. ആ 4 ഭർത്താക്കന്മാരും സ്വർഗത്തിൽ വരുമ്പോൾ ഈ പെണ്ണ് ഏത് ഭർത്താവിനെയാ തെരഞ്ഞെടുക്കുക? ഏത് ഭർത്താവിന്റെ കൂടെയാ ജീവിക്കുക? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമ്മു സലമ ബീവി ചോദിക്കാൻ പ്രത്യേക കാരണമുണ്ട്. ഉമ്മു സലമ ബീവി അതിൽപ്പെട്ടയാളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ ദീർഘമായ ചരിത്രമാണ്. ഞാനിവിടെ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് തൗഫീഖുണ്ടെങ്കിൽ നാളെ നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഉമ്മു സലമ ബിവി ആ രൂപത്തിൽപ്പെട്ട പെണ്ണായതുകൊണ്ടാണ് ആ സംശയം വന്നത്. 2, 3, 4 ഭർത്താക്കന്മാരെ, ഒന്നാമത്തെ ഭർത്താവ് മരിച്ച് വേറെ ഭർത്താവിന്റെ ഭാര്യയായി, അതും മരിച്ച് വേറെ ഭർത്താവിന്റെ ഭാര്യയായി, അതും മരിച്ച് വേറെ ഭർത്താവിന്റെ ഭാര്യയൊക്കെ ആണെങ്കിൽ ഈ 4 ഭർത്താക്കന്മാരും സ്വർഗത്തിലാണെങ്കിൽ ഈ പെണ്ണ് ഏത് ഭർത്താവിനെയാണ് തെരഞ്ഞെടുക്കുക? ഏത് ഭർത്താവിന്റെ കൂടെയാണ് പോകുക? ഉമ്മു സലമ ബീവിന്റെ സംശയമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് അതിന് മറുപടി പറയുന്നു. ഇൻഷാ അല്ലാഹ് നാളെ പറയാ. അർഹമുർ റഹീമീനായ റബ്ബ് സുഖലോക സ്വർഗത്തെ മനസ്സിലാക്കി സ്വർഗത്തിന് വേണ്ടിയിട്ട് അമൽ ചെയ്യാൻ, നരകത്തിലേക്ക് എത്തിക്കുന്ന സർവ്വ അമലുകളിൽ നിന്നും വിട്ടൊഴിഞ്ഞു നിൽക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമേ, നിന്റെ പരിശുദ്ധ ഖുർആൻ ആയത്തുകൾ കേൾക്കുന്ന സമയത്ത്, മുത്ത് റസൂലുള്ളാഹിന്റെ ഹദീസ് കേൾക്കുന്ന സമയത്ത് കൂടുതൽ കൂടുതൽ റഹ്മത്തിലേക്ക് ആകെ കൺകുളിർക്കേ.